ചേട്ടാ വേറെ കടുവ നക്കാത്ത മുട്ടായി വേണം നമ്മൾ വാങ്ങിച്ചിരുന്നേ. നമ്മളിപ്പോൾ ഉള്ളത് ബോങ്കായി മോൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ലോഡ്ജിലാണ്. ഇന്നലെ 700 രൂപയ്ക്ക് കിട്ടിയ റൂമാണ്. അതൊക്കെ ഇല്ലാത്തൊരു ചെറിയ റൂം. നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ശരിക്കും ബോങ്കായി മോൻ എന്ന് പറയുന്നത് നമ്മൾ വണ്ടി കൊണ്ടുവച്ചപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള കടയിലെ ആൾക്കാർ പറഞ്ഞിരുന്നു ഇവിടെ ബൈക്ക് റോയൽ എൻഫീൽഡ് മോഷണമൊക്കെ ഉള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം, വണ്ടി അകത്ത് കയറ്റി വെക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ CCTV ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും കൊണ്ട് വിശ്വാസമില്ല. കാരണം വല്ലതും പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാലേ അതിൻ്റെ ആ സൈഡത്തിലൊക്കെ റോയൽ എൻഫീൽഡിൻ്റെ ഒക്കെ സൈഡത്തിലൊക്കെ ആർക്കെണ്ണം പെട്ടെന്ന് പൊട്ടിക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോങ് റൈഡിന് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ബൈക്കിനെ സേഫ് ആക്കി വെക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഞങ്ങളെങ്ങനെയാണ് ഞങ്ങളുടെ ബൈക്കിനെ സേഫ് ആക്കി വെക്കുന്നത് നോക്കാം. എല്ലാ ലഗേജൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ എല്ലാം ബൈക്കിൽ കൊണ്ടുപോയി കെട്ടാൻ പോവുകയാണ്. ബൈക്ക് കൊണ്ടുപോയി കെട്ടാം കേട്ടോ. നമ്മുടെ ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവുകളിലൊക്കെ ഇതുപോലെ പ്രശ്നബാധിത മേഖലയൊക്കെ വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് റോയൽ എൻഫീൽഡിനെ ടാർഗറ്റ് ചെയ്ത് മോട്ടിക്കുന്ന സ്വഭാവമൊക്കെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പിടിക്കുകയും പോരും. റോയൽ എൻഫീൽഡിൻ്റെ പഴയൊരു സിസ്റ്റമാണ് പഴയ ക്ലാസ്സിലേക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സിസ്റ്റത്തെ തീർച്ചയായും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ചിട്ട് 2 വർഷമായി. ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ജർമ്മൻ മെയ്ഡായിട്ടുള്ള ഡിസ്ക് ബ്രേക്ക് ലോക്കാണ്. പലരും ഉപയോഗിക്കുന്നതാണ്, അതിൻ്റെ മുകളിലേക്ക് ഉപയോഗിക്കുന്നുണ്ടാവും. ഇത് പലർക്കും അറിയില്ല. ഇപ്പം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്രേക്കാണ്. അത്ര പെട്ടെന്നൊന്നും ഊരിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഡിസ്ക് ബ്രേക്ക് തന്നെ ലോക്ക് ചെയ്യാം. ഒന്നുകിൽ ഇത് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്ക് കട്ട് ചെയ്യണം. അല്ലാണ്ട് ഈ സാധനം ഊരിക്കൊണ്ട് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് നമ്മുടെ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് വെച്ചുകൊണ്ട് പോകാം. ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ യുവമാർക്ക് വണ്ടി മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. അങ്ങനെ കൊണ്ടുപോകുന്നവരെ കൊണ്ടുപോകണമെന്നില്ല. അല്ലാതെ നമുക്ക് സേഫായിട്ട് തന്നെ നമ്മുടെ ബൈക്കിങ് കാര്യങ്ങളെല്ലാം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ ഡിസ്ക് ബ്രേക്ക് ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വർഷമായിട്ട് ഉപയോഗിക്കുന്നു. സാറ്റിസ്ഫൈഡ് ആണ് ഇതിൻ്റെ പെർഫോമൻസിൽ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞത് നമ്മൾ തേസ്പൂരിലേക്ക് പോകുന്നതാണ്. പക്ഷേ നമ്മളിന്ന് തേസ്പൂരിലേക്ക് പോകുന്നില്ല. നമ്മളിന്ന് പോകുന്നത് ഭൈരവകുണ്ട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഏകദേശം 6 മണിക്കൂറോളം യാത്രയുണ്ട് ഭൈരവകുണ്ടയിലേക്ക്. കാരണം ഇടയ്ക്ക് നമ്മൾ മനാസ് നാഷണൽ പാർക്ക്, പിന്നെ ആസാം ഭൂട്ടാൻ ബോർഡറുണ്ട്. ആ ഒരു പ്രദേശങ്ങളെ കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കവർ ചെയ്ത് നമ്മൾ ഭൈരവകുണ്ട എന്ന സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം. കണ്ടോ, തുടങ്ങാം. അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള സിറ്റിയാണ്. പക്ഷേ എന്നാലും വളരെ ചിലവ് കുറഞ്ഞ റൂം ഓപ്ഷൻസും അവൈലബിൾ ആണ്. നമ്മൾ ഓയോ നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം സ്ഥലങ്ങൾ കാണിക്കും. പക്ഷേ ഓയോ അത്രയ്ക്ക് ട്രസ്റ്റബിൾ അല്ല. ഇപ്പം ഓയോയെ സംബന്ധിച്ച് കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഒന്നിൻ്റെ അടുത്ത് അത് അനുഭവപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങളിപ്പം ഓയോയെ പൂർണ്ണമായിട്ട് അങ്ങനെ വിശ്വസിക്കുന്നില്ല. നമ്മൾ മറ്റ് വഴികളില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് അവിടെ പോയി ഒന്ന് എൻക്വയറി നോക്കാം. അങ്ങനെ ഞങ്ങൾ കിട്ടിയതാണ് ഇന്നലത്തെ റൂമെന്ന് പറയുന്നത്. പിന്നെ 2 വീലറൊക്കെ വരുന്നവർ നമ്മുടെ ബൈക്കിൻ്റെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള CCTV എല്ലാ സംവിധാനങ്ങളുള്ള ഹോട്ടൽസ് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഫെസിലിറ്റി ഉള്ളിടത്ത് മാത്രമേ നമ്മൾ ബൈക്ക് കൊണ്ട് സ്റ്റേ ചെയ്യാവൂ. കുറേയധികം വാട്ടർ പാർക്കുകളും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കായലുകളും അങ്ങനെ കുറേ ഫെസിലിറ്റീസും കാണാൻ നല്ല സ്ഥലങ്ങളൊക്കെ ഉള്ള സിറ്റിയാണ്. അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ഏരിയസൊക്കെ ഉള്ള സ്ഥലമാണ് ബോങ്കായിഗോൺ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എന്തായാലും സിറ്റി എക്സിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ അധികം എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമില്ല. നമ്മൾ സിറ്റി എക്സിറ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ മെയിൻ റോഡിലെത്തണം. കാരണം ഇവിടെ റോഡ് പണിയും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തിരക്കാവുന്നതിന് നമുക്ക് നമ്മുടെ ഹൈവേ കയറിയിട്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള മനാസ് എത്രയും പെട്ടെന്ന് പിടിക്കണം. ഹിമാലയത്തിൻ്റെ മടിത്തട്ടിലുള്ള എന്നാൽ ആൾമോസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള സംസ്ഥാനം എന്ന് തന്നെ നമുക്ക് പറയാം ആസാം എന്ന് പറയുന്നത്. കാരണം ആസാമിൽ ഹിൽ ഏരിയസ് വളരെ കുറവാണ്. ന്യൂ ഹാഫ്ലോങ് എന്ന് പറയുന്നൊരു ഏരിയ മാത്രമേ അവർക്ക് അവിടെ ഹിൽ ഏരിയാസ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇന്ന് ഹിമാലയം മറ്റു കാര്യങ്ങളൊക്കെ കാണാമെന്നുണ്ടെങ്കിലും ആൾമോസ്റ്റ് പ്ലെയിൻ ആണ്. അപ്പോൾ അതിന് കാരണം ഇതിൻ്റെ നടുക്കൂടി ഒഴുകുന്ന ബ്രഹ്മപുത്ര നദിയാണ്. നമ്മുടെ ഈ റൂട്ട് ഞങ്ങൾ ഈ റൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സൈഡ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം തന്നെ ബ്രഹ്മപുത്രയുടെ നോർത്തേൺ സൈഡിൽ കൂടെ പോയി. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ബോങ്കായിഗോൺ എന്ന് പറയുന്ന ഈ ഒരു സിറ്റി എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയുടെ നോർത്തേൺ സൈഡിലുള്ള സിറ്റിയാണ്. അപ്പം ഇതുവഴി നേരെ നമ്മൾ കയറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പിൽ വഴിയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കാരണം ഞങ്ങൾ ഇവിടുന്ന് നേരെ മനാസ് നാഷണൽ പാർക്ക് സെറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഗൂഗിൾ നമ്മളെ വഴി കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ വൃത്തികെട്ട വഴികൾക്കൊക്കെ കൂടി നമ്മളെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏത് സ്ഥലത്തോട്ടാണോ പോകേണ്ടത് അവിടുത്തെ മെയിൻ സിറ്റീസിൻ്റെ എണ്ണം ഇടയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം നമുക്ക് സിറ്റീസിൽ കൂടി നമുക്ക് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളെ ഗൂഗിൾ മാപ്പ് വഴി ചുറ്റിച്ച് കളയും. അപ്പോൾ ലോങ് ഡ്രൈവ് പോകുന്നവരൊക്കെ അങ്ങനെ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്കൽസിനോട് ചോദിക്കാം. പക്ഷേ നമുക്ക് ഇവിടേക്ക് ഭാഷയൊന്നും അറിയാത്ത സ്ഥലത്ത് വെച്ച് എത്ര ആൾക്കാരോട് ചോദിക്കാം, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും തന്നെ ഹൈവേസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള മെയിൻ സ്ഥലങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഗൂഗിൾ മാപ്പിൽ സ്ഥലം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നീട്. മനാസ് നാഷണൽ പാർക്ക്, മനാസ് നാഷണൽ പാർക്ക്, നാഷണൽ പാർക്ക്. യവന്മാരിത് ഏത് ഗ്രഹത്തിൽ നിന്ന് വരുന്നെന്ന് ഉള്ള നോട്ടമാണ് ഓരോരുത്തരും ഞങ്ങളെ നോക്കുന്നത്. അത് ആരായാലും നോക്കിപ്പോവും. അത്യാവശ്യം ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിക്കകത്ത് അങ്ങനെ ലഗേജ്, പിന്നെ ഞങ്ങൾ 3 ലഗേജ് എക്സ്ട്രാ
ഓരോ വണ്ടി പാസ് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് കാണാം അവരിങ്ങനെ അത്ഭുതകരമായിട്ട് നോക്കുകയാണ് ഈ വെയിലത്ത് ഒരു കൊച്ചിനെയും കൊണ്ട് ഇത് എങ്ങോട്ടാണോ ഈ 3 കൂടെ പറക്കുന്നതെന്ന്. എന്തായാലും പറന്ന് ഇനി പ്രത്യേകിച്ചൊന്നും പറയണ്ട, വഴി തെറ്റിയെന്ന് മാത്രമല്ല ഗൂഗിൾ മാപ്പിന് പോലും വഴി തെറ്റി. അതുകൊണ്ട് ഈ ട്രെയിനിൻ്റെ മണ്ടേ കൂടെ അപ്പുറത്ത് കിടക്കുന്നതാണ് ഗൂഗിൾ ഞങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ആകെ അവിടെ ഉള്ളൊരു വഴി ഇതാണ്, ഇതുവഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിനിൽ ഇനി ഏതെങ്കിലും കമ്പാർട്ട്മെൻറ്റിനകത്തൂടെ വഴി ഉണ്ടോ എന്ന് അറിയത്തില്ല, എന്തായാലും ഒന്ന് നോക്കട്ടെ. ഇത് ഏത് റെയിൽവേ സ്റ്റേഷനാണെന്ന് ഞങ്ങൾക്ക് അന്നേരം പിടി കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നോക്കി ഇതിൻ്റെ ഒരു ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഈ ഫുഡ് ഐറ്റംസ് ഇല്ലേ, അങ്ങനത്തെ ഗുഡ്സ് കയറ്റിയും ഇറക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കാരണം നമ്മൾ നേരത്തെ പോലീസുകാരനെ കണ്ടില്ലേ, അതൊരു വലിയ ചന്തയാണ്. നമ്മുടെ ഈ വെജിറ്റബിൾസ്, പൾസസ് അങ്ങനെയൊക്കെ വന്ന് മറിഞ്ഞു കിടക്കണം, നമുക്കത് കാണാം. അപ്പം ദേ ഈ ക്രോസിൽ വെച്ച് ഞങ്ങളൊരു ചേട്ടനോട് ചോദിച്ചു ഇത് ഏതാ, പിന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന്. നേരത്തെ പറയാനുള്ളതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ. ഞങ്ങൾ ചോദിച്ചത് പുള്ളിക്കും മനസ്സിലായില്ല, പുള്ളി പറയുന്നത് എന്താ ഞങ്ങൾക്ക് മനസ്സിലായില്ല. അതായത് ഞാൻ പറയാൻ വന്നൊരു കാര്യം, ഭാഷ ഭയങ്കര ബുദ്ധിമുട്ടാണ് പല സ്ഥലത്തെത്തുമ്പോഴും. ഇവിടെ ഉള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് ഒരു ലേശം പോലും അറിയത്തില്ല. ലോക്കൽസിന് പക്ക അവരുടെ ഹിന്ദിയാണ്. പിന്നെ എന്ന് പറയാൻ കൂടുതൽ പേരും ആസാമിയാണ് സംസാരിക്കുന്നത്, നമുക്കൊരു തരത്തിലും മനസ്സിലാകത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രീ പ്ലാൻഡ് ആയിരിക്കും നല്ലതുപോലെ. ആകെ ഇവിടെ പരിചയമായിട്ട് തോന്നിയത് നമ്മുടെ വന്ദേ ഭാരത് മാത്രമാണ്. ദേ പോന്നു ഷും. നാട്ടിലെ റെയിൽവേ ക്രോസ് മുറിച്ച് കിടക്കുന്ന അതേ കുണുക്കം തന്നെയാണ് ഇവിടെ. എൻ്റെ ഞങ്ങൾ നല്ലതുപോലെ അത്യാവശ്യം കുണിങ്ങിയാണ് പോകുന്നത്. ഞങ്ങളുടെ ബാക്കിലുള്ളവരൊക്കെ ഞങ്ങളെ നോക്കി ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കണ്ടോ. ഓരോരുത്തരും ഇതാരാ, ഇത് എവിടെ നിന്ന് ഏത് ഗ്രഹത്തിൽ നിന്ന് വന്നെന്നുള്ള രീതിയിലാണ് ഓരോരുത്തരും നോക്കുന്നത്. നോക്കിയതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഈ വഴി അങ്ങോട്ടേക്ക് വേറെ എന്താ പറയുക, ഡെഡ് എൻഡാണ്, അങ്ങോട്ടേക്ക് ഒരു വഴിയേ ഇല്ല. ഇപ്പം ഞങ്ങൾ ഈ ചെന്ന് കയറുന്നതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റ്. ഈ മാർക്കറ്റിലേക്ക് കയറാനാണ് ട്രെയിനിൻ്റെ അപ്പുറത്തൂടെ ഗൂഗിൾ അമ്മച്ചി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും വന്നത് വെറുതെ ആയില്ല. നിങ്ങളീ കാണുന്നതാണ് ആസാമിലെ ഏറ്റവും വലിയതെന്ന് തന്നെയൊക്കെ പറയാം. എന്താ ഇവിടുന്ന് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ സാധനം പോകുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ ആ ഭാഗത്തേക്ക് നമ്മൾ കയറിയ, അതായത് നമ്മൾ സിക്കിമിലേക്കൊക്കെ സാധനങ്ങൾ ചെല്ലുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെയൊക്കെ കയറ്റുന്നത് ഇങ്ങനെ കാണാം. അപ്പോൾ അത് ഡെഡ് എൻഡാണ്. വണ്ടി തിരിക്കാൻ പറഞ്ഞു, വീണ്ടും വണ്ടി തിരിക്കുകയാണ്. ഇപ്പോൾ തിരിച്ച് 3-4 കറക്കമായി ഞങ്ങളിവിടെ. വണ്ടി തിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയും വലിയ ലഗേജും കാര്യങ്ങളും ഉണ്ട്. ഓരോരുത്തരും ഇങ്ങനെ നോക്കുകയാണ്, ഇവന്മാരെന്താ പച്ചക്കറി മേടിക്കാൻ വന്നതാണോ, കേരളത്തിൽ നിന്ന് വണ്ടിയും വിളിച്ച് അമ്മാതിരി നോട്ടമാണ് നോക്കുന്നത്. ആകെ ചെറുതായിട്ടൊന്ന് നാണം കെട്ടെന്നൊക്കെ തന്നെ വേണം പറയാൻ. എന്നിട്ട് അങ്ങനെ വന്നിട്ട് തേണ്ട ഞങ്ങൾ അടുത്ത ഒരു ചേട്ടൻ്റെ അടുത്ത് വീണ്ടും വഴി ചോദിക്കുകയാണ്. പുള്ളി എനിക്ക് തോന്നുന്നു ഞങ്ങൾ മലയാളത്തിൽ ചോദിച്ചതുപോലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഇപ്പം കണ്ടോണം. ഇതല്ലടാ വഴി, തിരിച്ചു പോടാ. വീണ്ടും പറഞ്ഞു, എടാ ഇങ്ങോട്ട് വഴി ഇല്ലടാ. എന്തായാലും അവിടെ നിന്ന് ചാടി തേണ്ട ഞങ്ങൾ മനാസിൻ്റെ തീരങ്ങളിൽ എത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത കഥ ഇപ്പം കാണാം. ഞങ്ങൾക്ക് വഴി അവസാനിക്കുന്നുണ്ട്, ഇതിങ്ങനെ തുടർക്കഥയാണ്. रास्ता कैसा है? ये रास्ता ऐसे है। अच्छा रास्ता है यहाँ, ऐसा ही पूरा खराब है। അങ്ങനെ ഞങ്ങൾ ഹിന്ദി അറിയാവുന്ന ഒരാളെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. സന്തോഷം കൊണ്ട് ഞങ്ങൾ തുള്ളിച്ചാടി. പക്ഷെ അദ്ദേഹം പറഞ്ഞത് രാസ്ത ഖരാബേ. ഈ ഖരാബേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സിക്കിമിൽ നിന്ന് ഞങ്ങളത് പഠിച്ചതാണ്. ആ വാക്കിൻ്റെ അർത്ഥം റോഡില്ലെന്നാണ് അർത്ഥം. ഇവിടെ റോഡില്ല. പുള്ളി അവസാനം കൂട്ടിച്ചേർത്തു, എന്തിനാണോ ഈ വഴി കൂടെ വരുന്നത്. ഹിന്ദിയിലാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായി. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള ഈ കുഞ്ഞു ഇടുക്ക് വഴി കൂടെ ഗൂഗിൾ അമ്മച്ചി കൊണ്ടുവന്നെങ്കിലും ഇവിടുത്തെ കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ആ ഒരു റിവർ, ഇതിൻ്റെ വെറും ചോട്ടാ ഫോം മാത്രമാണ്. മഴ വരുമ്പോൾ ഇത് ഞങ്ങളങ്ങ് വിജുലുംബിക്കും. അതായത് ഈ പുഴയാണ് ഈ റോഡെല്ലാം ഇത്രയും മനലാക്കാനുള്ള കാര്യം. പുഴ കയറി വരുന്നതാണ്. മഴ പെയ്യുമ്പോഴത്തേക്ക് പുഴയും കയറി വരും, കംപ്ലീറ്റ് എടുത്തുകൊണ്ട് പോകും. അതിങ്ങനെ സ്ഥിരം പ്രോസസ്സാണ്. അതുകൊണ്ട് ഇങ്ങനെ റോഡേ കാണത്തില്ല ഈ ഏരിയയിലൊന്നും. അപ്പോൾ എന്തായാലും അങ്ങനത്തെ പുതിയ അറിവുകളൊക്കെ ഗൂഗിൾ അമ്മച്ചി നമ്മളെ കാണിച്ചു തന്നിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് കണ്ടിട്ട് തോന്നിയത്, നമ്മുടെ നാട്ടിലെ കൂടല്ല ഇത് കണ്ട, ഹിമാലയം നദി ആയതുകൊണ്ട് തന്നെ ആകാം, നല്ല വെളുത്ത മണലാണ്. കണ്ടു കഴിഞ്ഞാൽ ഉപ്പുപരൽ കിടക്കുന്നത് പോലെ ആണ്. ഈ സൈഡിൽ കാണുന്നവരെല്ലാം അരയന്മാരാണ്. കൂടുതലായും ഈ പുഴയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. വെറും സാധാരണക്കാരെന്ന് പറഞ്ഞാൽ
വെറും സാധാരണക്കാരാണ്. അവരുടെ ജീവിത രീതി, ജീവിതശൈലികളൊക്കെ നമുക്ക് ഈ ഒരു വഴി, ഈ ഒരു സ്ഥലം കവർ ചെയ്തപ്പോൾ തന്നെ മനസ്സിലാക്കണ്ടോ. കൂടുതൽ പേര് ഉപജീവനം കഴിക്കുന്നത് ഈ ഒരു റിവറിനെ ആശ്രയിച്ചാണ്. അവർ മീൻ പിടിക്കുന്നു, അധികമുള്ളത് ഉണക്കുന്നു, ഉണക്കമീൻ വിൽക്കുന്നു. കാരണം നമ്മളുടെ നാട്ടിലെ പോലെ സീ ഫിഷ് കിട്ടുന്ന ഒരു സ്ഥലമല്ല. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഈ നോൺ വെജിനെ ആശ്രയിക്കുന്നത് മീനും അതുപോലെ തന്നെ പന്നി, അതുപോലെ തന്നെ ആട്ടിറച്ചിയൊക്കെയാണ്. മനാസ് നാഷണൽ പാർക്കിലേക്കുള്ള വഴിയിലാണ്. ഗൂഗിള് ഒരുപാട് ചുറ്റിച്ചെന്ന് പറഞ്ഞാലും പോരാ, ഞങ്ങളുടെ ഒരുപാട് സമയം വേസ്റ്റായി പോയി. കാരണം ഞങ്ങളെ പല വഴി കൂടെയും ഒക്കെ ഇറക്കിയാണ് ഇതുവരെ നിലവിലെത്തിയിരിക്കുന്നത്. ഇവിടെ ഇനിയും 14 കിലോമീറ്റർ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. പക്ഷെ ഒരിടത്തേക്ക് ചെല്ലുമ്പോൾ വീണ്ടും റീറൂട്ട് അടിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഭയങ്കര റഷാണ്. അതായിരിക്കാം അങ്ങനെ റീറൂട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. നമ്മളിതിനിടയ്ക്ക് ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ടു. ഏതായിരുന്നു ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ? എന്തോ എനിക്ക് ഓർമ്മയില്ല. കാരണം നമ്മൾ ആകെ ചുറ്റി തിരിഞ്ഞ് ഒരു പരുവായിട്ട് നിൽക്കുകയാണ്. അത് തന്നെ, ഭയങ്കര തിരക്കുള്ള സ്ഥലമായിരുന്നു. അപ്പം എന്തിരുന്നാലും ഇപ്പം നമ്മളുള്ളത് ആസാമിൻ്റെ നമ്മൾ സ്ഥിരമായിട്ട് വന്ന വഴിയുണ്ടല്ലോ, നമ്മളുടെ ആ നെൽപ്പാടങ്ങളൊക്കെ മാറി ഇപ്പം ഒരു മത്സ്യബന്ധന കേന്ദ്രം, അതായത് തീരപ്രദേശം പോലെ, അതായത് വേറെ ഒന്നുമില്ല, മനാസാണ്. മനാസ് റിവറിന് അതുമായിട്ടുള്ള ഉപജീവനം പരിചയപ്പെടാൻ വന്നതാണ്. മലപ്പുറം, പുള്ളി മലപ്പുറത്ത് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. തികച്ചും സാധാരണക്കാരായ നാട്ടുകാർ, അവർ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ. അങ്ങനെ അവരുടെ സ്നേഹത്തിനുള്ളിൽ നമ്മൾ നല്ല റോഡ് കണ്ടുപിടിച്ചെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ മനാസിലേക്ക് ഈ ഒറ്റയടി പാതയാണ്. ശരിക്കും നമ്മൾ കാറിൻ്റെ റൂട്ടൊക്കെ ഇട്ടിരുന്നെങ്കിൽ ഇതുവഴിയെ കാണിച്ചേനെ. പക്ഷേ എന്തായാലും നമുക്ക് പറ്റിയത് പറ്റി. ഇനിയുള്ളതെല്ലാം നല്ല റോഡാണ്. മനാസ് വരെ നല്ല ഉഗ്രൻ റോഡാണ്. ഭൂട്ടാനിലും ഇന്ത്യയിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന നാഷണൽ പാർക്കാണ് നമ്മുടെ മനാസ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നടുഭാഗത്തൂടെ ഒഴുകുന്ന നദിയാണ് ഈ മനാസ് റിവർ എന്ന് പറയുന്നത്. അതാണ് കുറച്ച് നമ്മൾ കണ്ടത്. അത് എക്സിറ്റ് ആയിപ്പോയി ബ്രഹ്മപുത്രയിലേക്ക് ചേരുന്ന വഴിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു സൈറ്റാണ്. വളരെയധികം പ്രൊട്ടക്ഷനും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗവൺമെൻറ് നൽകുന്നുണ്ട്. അങ്ങനെ റൈനോസിനെ കാണാൻ പറ്റാം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷ. അവിടെ ചെന്നെല്ലുമ്പോൾ അതിനെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. മനാസിൽ നമുക്ക് സഫാരിക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണം. കാരണം പ്രൈവറ്റ് ഏജൻസീസാണ് കൂടുതൽ. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇന്ന് രാവിലെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ആൾ 4500 രൂപയാണ് ഒരു വണ്ടിക്ക് പറഞ്ഞത്. പക്ഷേ അത് വളരെ കൂടുതലാണെന്ന് തോന്നി. അങ്ങനെ നമ്മൾ എന്തായാലും നേരിട്ട് ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാം. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ ആകത്തുള്ളൂ. ആ ഒരു പ്രതീക്ഷയാണ് വന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോഴത്തേക്ക് ഒരു ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ നമ്മളിത് നമ്മുടെ മനാസ് നാഷണൽ പാർക്കിൻ്റെ ഫ്രണ്ടിലെത്തുകയായി. നമ്മളങ്ങനെ മനാസ് നാഷണൽ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. മനാസ് നാഷണൽ പാർക്ക് കാസിനിക പോലെ തന്നെ ആസാമിലെ വളരെ ഫേമസ് ആയിട്ടുള്ള റൈനോസിനെ കാണാൻ പറ്റുന്ന ഒരു നാഷണൽ പാർക്കാണ് നമ്മുടെ മനാസ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ എൻട്രൻസ് എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 പേർക്ക് പറയുന്നത് അവരുടെ ജീപ്പിൽ കൊണ്ടുപോകും. ഇപ്പോൾ 2 മണിക്കൂറിൻ്റെ റൈഡുണ്ട്. അത് നമ്മുടെ ഭൂട്ടാൻ ബോർഡർ വരെ പോകും. 3 മണിക്കൂറിൻ്റെ റൈഡുണ്ട്. അതാകുമ്പോഴത്തെ പാർക്ക് ഫുള്ള് കറങ്ങിയിട്ട് വരാൻ പറ്റും. അപ്പോൾ അങ്ങനെ 3.5 മണിക്കൂറാണെങ്കിൽ നമുക്ക് ഫുൾ ആ ഒരു ഏരിയസ് എല്ലാം കണ്ടിട്ട് തിരിച്ചു തരാൻ പറ്റും. 3200 രൂപയാണ് ഏതായാലും ചാർജ്, 2 പേരുടെ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് എന്തായാലും നമ്മൾ കാസർഗോയിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ഫുൾ ഡേ കാസർഗോയിൽ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു 3.5 മണിക്കൂർ പോയി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഭൈരവകുണ്ട് എത്തുമ്പോഴത്തേക്ക് രാത്രിയാകും, 10 മണിയൊക്കെ ആവും. അതുകൊണ്ട് നമ്മൾ അകത്ത് കയറുന്നില്ല. ജസ്റ്റ് എന്തായാലും ആ ഒരു നാഷണൽ പാർക്ക് കണ്ടു. നമുക്ക് റൈനോയെ നമുക്ക് പിന്നീട് ഒരിക്കൽ സ്പോട്ട് ചെയ്യാമെന്ന് കരുതി നമ്മളിവിടെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. മനാസിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് ഒരുപാട് തേയിലത്തോട്ടങ്ങൾ കാണാം. നമ്മൾ വന്ന വഴിയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ടിലാണ് നമുക്കൊന്ന് ഇറങ്ങാൻ പറ്റുന്നത്. കാരണം അവർ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മുടെ മൂന്നാറിലെ കൂട്ട് പെട്ടെന്ന് ചാടിയൊന്നും കയറാനൊന്നും പറ്റത്തില്ല. എന്നാലും കൊള്ളാം, അടിപൊളി. അങ്ങനെ മനസ്സിൽ കയറാൻ പറ്റാത്തതിൻ്റെ ദുഃഖമൊക്കെ മാറ്റി വെച്ച് ഞങ്ങളത് ഇതേപോലൊരു വഴി ചൂസ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഇത് നമ്മളെ മെയിൻ റോഡിലേക്ക് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന വഴിയാണെന്ന് അറിഞ്ഞു. എന്നാൽ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും റൈനോയൊന്നും കാണാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ ഇവിടുത്തെ കുറേ തനത് ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ടുപോകാമെന്ന് കരുതി. അന്നേരമാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. ഈ മനസ്സിനെ ചുറ്റിപ്പറ്റി ഉപജീവനം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് വേറൊന്നുമല്ല,
ചെറിയ ചെറിയ റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ ഒരുപാടുണ്ട് ഈ മനാസിൻ്റെ ചുറ്റിനുമായിട്ട്. അപ്പം വേണ്ട ഈ കാണുന്ന സ്പോട്ടൊക്കെ മനാസ് നാഷണൽ പാർക്കിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. ഇവർ ഈ വേലി കെട്ടി ഈ കാണുന്നത് റിസോർട്ടാണ്. ഞാൻ ലെഫ്റ്റ് സൈഡിൽ കണ്ട കാര്യമാണ് പറയുന്നത്. ഇവിടെയെല്ലാം നമുക്ക് റൈനോസിനെ ഭാഗ്യമുണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇതിനെ ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ്, കൂട്ടിലൊന്നും ഇട്ടിരിക്കുകയല്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ആനയൊക്കെ ഇറങ്ങുന്നത് പോലെയാണ് ഇവിടെ റൈനോസ് ഇറങ്ങുന്നത്. ചിലപ്പോൾ ഇതൊക്കെ തല്ലിപ്പൊട്ടിച്ചിങ് വരും വെളിയിലിറങ്ങി. ഇതുപോലത്തെ വാച്ച് ടവറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ എല്ലാം എപ്പോഴും ഒരാൾ ഡ്യൂട്ടിക്കുണ്ടായിരിക്കും. കാരണം ഇവരിങ്ങനെ ഇറങ്ങി പോകരുതല്ലോ. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. ഇതിനെ ചുറ്റിപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് റിസോർട്ടുകളും ഹോം സ്റ്റേകളും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഈ മനാസ് എന്ന് പറയുന്ന നാഷണൽ പാർക്ക് നമ്മളുടെ കാസിരംഗയെ പോലെ അത്ര വലിയ എന്താ പറയുക ക്രൗഡഡോ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഒക്കുപ്പൈഡ് ആയിട്ടോ നിൽക്കുമല്ല. എനിക്ക് തോന്നുന്നു നമ്മൾ വീഡിയോസൊക്കെ കണ്ടപ്പോൾ കാസിരംഗയിൽ ഭയങ്കര റഷാണ് ഇപ്പോഴും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെന്ന് പറയുന്നത് ഈസിലി അക്സസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലമല്ല. നമ്മൾ തന്നെ ചുറ്റിക്കറങ്ങി വന്നത് ഒരുപാട് പാടുപെട്ടാണ്. അപ്പം അതുകൊണ്ടായിരിക്കും കാസിരംഗ എല്ലാവരും ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ കുറച്ചും കൂടെ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതായിരിക്കാം കൂടുതലും ആളുകളെ അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഞങ്ങളിങ്ങനെ മനാസിൻ്റെ ഭംഗി കണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ഫുള്ള് കാടാണ്. നമ്മുടെ ജഗതി പറയുന്നത്, ജഗതിയുടെ ഡയലോഗല്ലേ, ഈ കാട് മൊത്തം ഫോറസ്റ്റാണോ? അതെ, ഈ കാട് മൊത്തം ഫോറസ്റ്റാണ്. ഇത് തീരുന്നില്ലല്ലോ പുല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഞാനൊരു പൂച്ചയോ ഒരു കാക്കയോ ഒരു കിളിയെ പോലും ഞാൻ കണ്ടില്ല, ഒരു സൗണ്ട് പോലും ഞാൻ കേട്ടില്ല. സഞ്ചാരികൾ തന്നെ ഒരുപാട് തരമുണ്ടല്ലോ. സോളിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ഏകാന്തത അങ്ങനത്തെ ഉള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പോൾ അവർക്ക് പറ്റിയൊരു സ്പോട്ടാണ്. കാരണം അത്രയ്ക്ക് പീസ് ഓഫ് മൈൻഡ് ഗ്യാരണ്ടി ചെയ്യുന്ന സ്ഥലമാണ് മനാസ്. അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത്. ഇവിടെ 800 തൊട്ട് ഹോം സ്റ്റേസ് അവൈലബിൾ ആണ്. ഈ പാർക്കിനോട് അടുപ്പിച്ചുള്ള സ്ഥലങ്ങളൊക്കെ 1500 നമ്മൾ അന്വേഷിച്ചപ്പം കുറച്ചുകൂടെ ബാക്കിലോട്ട്, അതായത് ഞങ്ങളീ പോകുന്ന റൂട്ടിലൊക്കെ തന്നെ 800 തൊട്ട് റൂംസൊക്കെ കിട്ടും. അപ്പം അവിടെ സ്റ്റേ ചെയ്യാം, അവിടുത്തെ ലോക്കലായിട്ടുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം, ഈ സ്ഥലങ്ങളൊക്കെ നടന്ന് കാണാം. ഇവിടെ എന്താ മീൻ കിട്ടുന്നത് എന്തുവായിരുന്നു? അവിടെ എന്തൊരു മീനിൻ്റെ പേര് പറഞ്ഞു. ഈ നാഷണൽ പാർക്ക് ഈ നദിയില്ലേ, നമ്മുടെ മനാസ് നദി, അതിൽ കൂടെ വീഴുന്ന അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മീനാണ്. പുള്ളി എനിക്കത് വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാണ് ഈ ആസാമിലോട്ട് കയറിയത് തന്നെ. വാങ്ങിച്ചു തരാം, സമാനപ്പെടും. ഇപ്പം എന്തായാലും നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ഇതിനിടയ്ക്ക് മീൻ കിട്ടുവാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. പക്ഷേ ഭയങ്കര രസമാണ് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് പതുക്കെ പോകാനും ഇവിടെയുള്ള കൃഷികൾ ആസ്വദിക്കാനും നദിയെ ആസ്വദിക്കാനും എല്ലാം ഭയങ്കര രസമാണ്. അങ്ങനെ മനസ്സും തേയിലത്തോട്ടവും ഒക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി നെൽപ്പാടങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ നെൽപ്പാടങ്ങൾ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു പ്രത്യേക കാര്യം ഞങ്ങൾ സ്പോട്ട് ചെയ്ത്. ഇടയ്ക്കിടയ്ക്ക് കണ്ടോ കറുത്ത നിറത്തിലെ നെല്ല് നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ കരുതിയത് ബോറ റൈസ് ആയിരിക്കും, നമ്മുടെ GI ടാഗൊക്കെ ഉള്ള നമ്മുടെ ആ റൈസാണെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ വെച്ചൊന്ന് ഒതുക്കിയിട്ട് ഒന്ന് തിരക്കി നോക്കാം. കാരണം അവിടെ ഇടയ്ക്ക് കർഷകരുണ്ട്, അവരോടൊക്കെ ഒന്ന് ചോദിച്ച് തിരക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല ഫുഡ് ഉണ്ടാക്കിയത് കയ്യിലുണ്ട്. അപ്പോൾ അതും കഴിക്കാൻ തണൽ നോക്കി ഒരിടത്തിരുന്ന് കഴിക്കാമെന്നും പറഞ്ഞ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് ഇത് നോക്കി, ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരുപാട് നെൽപ്പാടങ്ങളുണ്ടെന്ന്. അങ്ങനെ വന്നപ്പോഴുണ്ട് ഇതേണ്ടോ ഇവിടെ വേറൊരു തരം നെല്ല് നിൽക്കുന്നുണ്ട്, ഒരു കറുത്ത കളറ് നെല്ല്. അപ്പം ഞങ്ങൾ ഇറങ്ങി ഇവിടെ തിരക്കി. ഇതൊരു ബോറ റൈസ് എന്ന് പറഞ്ഞത് എന്തോ വേറെ ഒരു ഇനമാണ്. അത് ചെറുപ്പത്തിലാകുമ്പോൾ അത് ഈ നിറവും വിളഞ്ഞു കഴിയുമ്പോൾ ഈ നിറവും അങ്ങനെയാണ് അവർ പറഞ്ഞു തന്നെ. ബോറ റൈസ് കണ്ടോ, ആ പാടത്തിൻ്റെ രണ്ടിനെയും കൂടെ വ്യത്യാസം കണ്ടോ. പറയുന്നൊരു ചേട്ടനെ പരിചയപ്പെട്ടു. നമ്മളോട് ഈ അരിയെ കണ്ടുകൊണ്ടത് പരിചയപ്പെട്ടാണ്. ഇതേ നമ്മുടെ കൊല്ലത്ത് ഡീസലിൻ്റെ മുക്കിൽ കാഷ്യൂ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 12 വർഷം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ നാട്ടിലുള്ളത്. അപ്പോൾ നമ്മുടെ ഒരുപാട് പേര്, നമ്മുടെ ആസാമിലേക്കുള്ള ഒരുപാട് പേര് കേരളത്തിലേക്ക് വന്ന് വർക്ക് ചെയ്തിട്ട് ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ സ്വന്തമായിട്ട് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും കണ്ടൊരു സന്തോഷമായി. അച്ഛാ അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാൻ ഞങ്ങൾക്കൊരു വീട്ടിലേക്ക് ക്ഷണം കിട്ടിയിരിക്കുകയാണ്. ഞങ്ങളെ ഈ ചേട്ടന്മാരാണ് അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ട്, ഞങ്ങളെ അകത്തേക്ക് വിളിച്ചതാണ്. ഞങ്ങളെ കൊണ്ടുവന്ന ചേട്ടൻ നാം ക്യാ ഹൈ? संजी बुजीर ഉമിത്തൽ. ഇതറിയാലോ, നാം പുനീത ദാസ്.
അപ്പോൾ അവരുടെ പേരുകളൊക്കെ കേട്ടല്ലോ. നമുക്ക് അങ്ങനെ പെട്ടെന്ന് പ്രൊനൗൺസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. എന്നാലും ഇവരുടെ ആദ്യത്തെ മര്യാദ എനിക്ക് സിക്കിം ക്വാരക്കാട്ടി വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മുടെ ആസാമിലെ നമ്മുടെ ബയ്യമാരുടെ വീട്ടിൽ വന്നിട്ട് അവർ നമുക്ക് തന്നതാണ് അടിപൊളി ഒരു കട്ടൻ കാപ്പിയാണോ അടി? കിണ്ണിയപ്പാന്നോ? ആണോ? കൊള്ളാമോ? നമ്മുടെ ടേസ്റ്റ് തന്നെ ഉണ്ടോ? മിച്ചറ് അടിപൊളി. ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മൾ സൈഡിൽ നിന്ന് കഴിക്കുന്നുണ്ടപ്പോഴത്തേക്ക് അവർ നമ്മുടെ വീട്ടിലോട്ട് പോവാം, നമുക്ക് അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചുകൊണ്ട് വന്നതാണ്. നമ്മൾ ചോറും രസവും കഴിക്കുന്ന കണ്ടപ്പോഴാണ് പുള്ളിക്കാരൻ ഇവിടുത്തെ സബ്ജി കൊണ്ടുവന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയും ഒരു കൂട്ടാനോട് ചേർന്ന സാധനം. നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. ട്രഡീഷണൽ ആസാം ഫുഡാണ്. അതായത് നമുക്കങ്ങനെ ട്രഡീഷണലി ആസാമിലോട്ടുള്ള ഒരു ഫുഡ് കഴിക്കാൻ പറ്റി. നല്ല ടേസ്റ്റ് ഇല്ലേ അതിന്? ആണോ? ഉരുളക്കിഴങ്ങാന്ന് ഒരു മെയിൻ ഐറ്റം ആണെന്ന് തോന്നുന്നല്ലേ? ആ ആണോ? മോളെ ഞാൻ അടി തരും ഒന്ന് സത്യമായിട്ട് നോക്കാൻ തരും. തിന്നത്തില്ല. പിന്നെ പകുതി ബൈക്കിൽ കയറി കഴിയുമ്പോൾ വിശക്കുന്നേ എനിക്ക് വിശക്കുന്നേ എന്ന് പറയും. ചോറായത് ഞാൻ അച്ഛൻ നിന്നോളാം, അവൾക്ക് കൊടുക്കണ്ട. നല്ല ചേമ്പ്, നല്ല രുചിയുള്ള നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല നാടൻ ചേമ്പ്. ചേട്ടന്മാര് നല്ല കിടിലൻ ഫുഡൊക്കെ അല്ലേ, അടിപൊളി ഫുഡും സബ്ജിയൊക്കെ തന്ന് കിടിലമായിരുന്നു. നമ്മളുടെ നാടൻ ടേസ്റ്റൊക്കെ ഉള്ള ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ അങ്ങനെ നമ്മൾ ആസാമിൻ്റെ ആ ഒരു സ്നേഹത്തിൽ നമ്മൾ വിട പറയുകയാണ്. നേരെ ഭൈരവകുണ്ട പോകാനാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് ഇവരോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമുക്ക് പോകാം. ശരിക്കും നമുക്ക് സ്ഥലങ്ങളോടോ അല്ലെങ്കിൽ ആൾക്കാരോടോ ഉള്ള ആ ഒരു ഔട്ട്ലുക്ക് തന്നെ മാറുന്നതാണ് ഇത്രയും യാത്രകളെന്ന് പറയുന്നത്. നമ്മൾ ആസാമിലെ ആൾക്കാരെന്ന് പറയുന്നത് നമ്മൾ ശരിക്കും നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ആൾക്കാർ പണിക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇവർ നമ്മൾ ഭായിമാരെന്നൊക്കെ വിളിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇവർ എത്രക്കാരാണോ നമുക്കൊന്നും അറിയത്തില്ലല്ലോ. പക്ഷെ നമ്മൾ അവരുടെ നാട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്ക് അവരുടെ ഭാഗത്തുനിന്ന് ആതിഥ്യ മര്യാദ, അവരുടെ സ്നേഹം, അതൊക്കെ ഒരു ഭയങ്കരമായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു നാടിനോടുള്ള ആ ഒരു ഔട്ട്ലുക്ക് തന്നെ അങ്ങ് മാറിയെന്ന് തന്നെ പറയാം. അധികം വികസനങ്ങളൊന്നും നടക്കാത്ത കൊച്ചു കൊച്ചു ഗ്രാമങ്ങളാണ് ആസാമിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ഇതും ഒരു തനതായ ഒരു ചെറിയ ഗ്രാമത്തിലൂടെയാണ് പോകുന്നത്. കൂടുതൽ ആളുകളും കൃഷിയെയും മത്സ്യബന്ധനം അങ്ങനെയുള്ള ഉപജീവനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണെന്ന് വേണം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ പണ്ടത്തെ കേരളം ഇന്ന് കേരളത്തിൽ നിന്ന് ഇതെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടെ ചെന്നാലും മൾട്ടി സ്റ്റോർഡ് ബിൽഡിങ് കാര്യങ്ങളും ഒക്കെയാണ്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കൊച്ചു കൊച്ചു ചായക്കടകൾ, അതുപോലെയുള്ള കൊച്ചു പെട്ടിക്കടകളും ഒക്കെ ആയിട്ടിരിക്കുന്നവരാണ് എല്ലാം. മുളയുടെ ഉപയോഗം അതെ അതെ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മുളയാണ്. നമ്മളുടെയൊക്കെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരമെല്ലാം മുറിച്ച് അതിൻ്റെ തടി കൊണ്ട് അങ്ങനെ ഒരു രീതിയായി മാറിയില്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മുളയാണ്, അതായത് നമ്മളുടെ മുളയെ ഇവർ നെയ്യും, നമ്മുടെ ഓല നെയ്യുന്നത് പോലെ ഇവർ നെയ്ത് അതാണ് ഇവരുടെ വീടിൻ്റെ ഭിത്തി, അതുപോലെ തന്നെ മേൽക്കൂര, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇവർ ഉപയോഗിക്കാറുണ്ട്. ഇവരുടെ പാത്രങ്ങൾ, ഇവരുടെ ഫർണിച്ചറൊക്കെ വളരെ രസമാണ് കാണാൻ, ചൂരൽ കൊണ്ടുള്ളത്. അതായത് തനതായി ഒരുപാട് എന്താ പറയുക, നമ്മുടെ പ്രകൃതിയെ ഗ്രാമത്തിൽ എന്ത് കിട്ടുന്നു അതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. വലിയ വലിയ കൃഷിത്തോട്ടങ്ങളും ചെറിയ ചെറിയ ഗ്രാമങ്ങളും അതാണ് ആസാമിനെ മനോഹരമാക്കുന്നത്. എന്താ പറയുക, ഒരു സൈഡിൽ നിന്ന് കണ്ടോ ആ ഒരു നെൽപ്പാടത്തിൻ്റെ ആ ഒരു നിറവ്യത്യാസങ്ങൾ ഭയങ്കര ഭംഗിയാണ് അത് കാണാനായിട്ട്. ഒരു സൈഡിൽ വിളഞ്ഞു കിടക്കുന്നത്, അത് വിളവെടുക്കുമ്പോഴത്തേനും പാകമായി വരുന്ന രീതിയിലുള്ള അടുത്ത സൈഡിൽ അവർ പാകി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇവിടുന്നൊക്കെയുള്ള അരിയൊക്കെയാണ്. നമുക്ക് നമ്മുടെ നാടുകളിലേക്കും ഒക്കെ വരുന്നത് ഇവിടുന്നൊക്കെയുള്ള അരിയൊക്കെ തന്നെ ആവണം. എല്ലാം ഇപ്പോൾ ആന്ധ്ര അങ്ങനെയുള്ള. എനിക്ക് പിന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ട ഒരു കാര്യം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നെൽകൃഷിയാണ് കൂടുതൽ. നമ്മുടെ നാട്ടിലെ കൂട്ടി ഇങ്ങനെ വാഴ അങ്ങനൊന്നും ഞാൻ കണ്ടതേയില്ല. നെല്ലാണ് ഏറ്റവും കൂടുതൽ. ബാക്കി വേണ്ടുന്ന ചെറിയ ചെറിയ പച്ചക്കറികളെല്ലാം അവരവരുടെ ആവശ്യത്തിന് അവരവർ തന്നെ കൃഷി ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എവിടെ നോക്കിയാലും സ്കൂള്, അമ്പലങ്ങൾ, അതായത് ഒരു ഗ്രാമം ആ ഗ്രാമത്തിനെ ചുറ്റിപ്പറ്റി ഈ വക കാര്യങ്ങളെല്ലാം ഉണ്ട്. ഭൈരവകുണ്ടയിലേക്ക് 1
1.5 മണിക്കൂർ യാത്ര കൂടിയുണ്ട്. ഇപ്പൊ സമയം 3:30 ആയി കഴിഞ്ഞു. ചായയൊക്കെ കുടിക്കാൻ ഇറങ്ങിയതാണ്. കുറച്ചുകൂടെ നേരത്തെ എത്തുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഗൂഗിൾ കൊണ്ടുപോയ വഴി എനിക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല, ഗൂഗിളിനും അറിയില്ല. കാരണം വീട്ടുമുറ്റത്തൂടൊക്കെയാണ് ഞങ്ങൾ എടുത്തുകൊണ്ട് വന്ന വണ്ടി. രാവിലത്തെ റെയിൽവേ സ്റ്റേഷൻ രക്ഷയില്ലായിരുന്നു. അവസാനം നമ്മൾ പോട്ടർമാരൊക്കെയാണെന്ന് വിചാരിച്ചു അമ്മമാര് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് സ്റ്റേഷൻ അകത്തോടെ ഗുഡ്സ് ട്രെയിൻ അകത്തോടെ കൊണ്ടുപോകായിരുന്നു. അമ്മമാര് ഐറ്റം ഒക്കെ കൊണ്ടുവന്ന് ഗുഡ്സ് ട്രെയിനിന്റെ തൊട്ട് ഒരു വാതിലിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് അങ്ങ് നിർത്തി. എന്നിട്ട് അപ്പുറത്തെ വഴിയിലോട്ട് നേരെ കാണിക്കുന്നുണ്ട്, നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എങ്ങനെ പോകുന്നു ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ഞങ്ങൾ പറയാൻ കാരണം അത്രയ്ക്ക് രാവിലെ പോകാൻ വേണ്ടി. രാവിലെ എല്ലാം ഇത്രയും താമസിക്കാനുണ്ടായ കാരണമേ അതാ. പക്ഷെ ഒരു ഗുണം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് തനി ഗ്രാമപ്രദേശം, അതായത് ആസാമിന്റെ അങ്ങ് പ്രാകൃതമായ ഗ്രാമങ്ങളിലൂടെ വരെ ഞങ്ങൾ സഞ്ചരിച്ചു എന്ന് വേണം പറയാൻ. നമ്മുടെ 2 വീലർ ഓപ്ഷനാണ് നമ്മുടെ മാപ്പിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ വഴികൾ, ഈ ഷോർട്ട് കട്ടുകളൊക്കെ ഗൂഗിൾ കാണിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോർട്ട് കട്ടുകളിലേക്കൂടെ കയറിപ്പോയത്. അങ്ങനെ മറ്റേ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയെ കണ്ടതും സംസാരിച്ചതും അവർ കേരളത്തിൽ വന്ന കാര്യം പറഞ്ഞതും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ പുതിയ നമ്മുടെ തികച്ചും നാട്ടുകാരായിട്ടുള്ള ലോക്കൽസിനെ നമുക്ക് പരിചയപ്പെടാനും അവരോട്ട് സംസാരിക്കാനൊക്കെ പറ്റി. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചെടുത്ത് നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റിയ ഒരു കാര്യം, നിന്നോ ഞങ്ങൾക്ക് ഇങ്ങനെ നിന്ന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആസാമില് കൃഷിയുടെ കൂടെ തന്നെ വിദ്യാഭ്യാസത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം തനി ഗ്രാമപ്രദേശത്തൂടെ വന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 5 കിലോമീറ്റർ ഇടവിട്ട് സ്കൂളുകള്, കോളേജസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ. അത് മാത്രമല്ല പിള്ളേരെല്ലാം സൈക്കിളിലാണ് സ്കൂളിൽ പോവുകയൊക്കെ ചെയ്യുന്നത്. അതെ, പെൺകുട്ടികളൊക്കെ ആയാലും എനിക്ക് തോന്നുന്നു. കാണിച്ചു കൊടുത്തേ പോകുന്നുണ്ടോ പിള്ളേരൊക്കെ? കാണാം. ഇവിടുത്തെ ഗവൺമെന്റ് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് സൈക്കിൾ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഈ റൂറൽ മേഖലയിലേക്ക് സ്കൂളിൽ. ഇവർക്ക് ഷിഫ്റ്റാണ് പിന്നെ ക്ലാസ്സസ്, ചിലർക്ക് ഉച്ച വരെ, ചിലർക്ക് ഉച്ച തൊട്ട്, അങ്ങനെയൊക്കെ ഷിഫ്റ്റാണ്. അങ്ങനെ കുറേ അധികം വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. വീഡിയോസ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കും. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ റൈഡുണ്ട്. ചായയൊക്കെ കുടിച്ചു. പിന്നെ അവരുടെ ഒരു കൾച്ചറിൻ്റെ രീതിയാണ്, നമ്മുടെ നാട്ടിലെ പോലൊന്നും അല്ല. പിന്നെ ഒരു എന്താ പറയുക, ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ കയറിയെടുത്ത് തന്നെ മറ്റേ സ്ലോട്ടർ ചെയ്യുന്ന സ്ഥലമാണ്, മറ്റേ കോഴിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അവർ പബ്ലിക്കായിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇവളത് കണ്ടിട്ട് എന്നോട് ചോദിക്കുക എന്തോ ചോദിക്കുക, നമുക്കത് എന്താ നമ്മൾ കുട്ടികളല്ലേ, അവർക്കൊക്കെ എന്ത് മനസ്സിലാവാനാ. അപ്പോൾ ആ ഒരു വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആസാം അടിപൊളിയാണ്. ഇതുവരെയും ആ നെൽപ്പാടങ്ങളുടെ തുടർച്ച തീർന്നിട്ടില്ല. ഞങ്ങളുടെ കൂടത്താൻ 2 സൈഡിലും ഇപ്പോഴും അത് തന്നെയാണ്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഭൂട്ടാൻ്റെ വളരെ അടുത്തുകൂടിയാണ്. ഉദൽഗിരി എന്ന് പറയുന്ന സ്ഥലത്തു കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ കട്ട് ചെയ്ത് ബൈരക്കുണ്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു ഭൂട്ടാൻ്റെ കൾച്ചറും ഇവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഭൂട്ടാനിലേക്ക് പോകുന്നു. അങ്ങനെ ഭൂട്ടാനും ഇന്ത്യയായിട്ടുള്ള ട്രേഡ്, തമ്മിലുള്ള കൾച്ചറൽ എക്സ്ചേഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട സെൻറ്ററാണ്. ആസാമിലെ ഒരു സ്ഥലമാണ് ഉദൽഗുരി എന്ന് പറയുന്നത്. ഇനി ബൈരക്കുണ്ടായാലും ആസാം തന്നെയാണ്, അരുണാചലല്ല. നമ്മൾ അരുണാചൽ കയറിയിട്ടില്ല. അപ്പോൾ നല്ല കിടിലൻ റോഡായിരുന്നു പിന്നീട് അങ്ങോട്ട് കിട്ടിയെല്ലാം തന്നെ. അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബൈരക്കുണ്ട കവർ എടുക്കാൻ പറ്റി. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഉഗ്രൻ സൺസെറ്റും കിട്ടി. അതായിരുന്നു ഈ ഒരു റൂട്ടിലെ ഈ ഒരു ട്രിപ്പിൽ തന്നെ അടിപൊളി സൺസെറ്റ് ആയിരുന്നു അത്. അങ്ങനെ നമ്മൾ ബൈരക്കുണ്ട എത്തിയിരിക്കുകയാണ്. ദേ സമയം നോക്കി 5:33. പുറത്തോട്ട് നോക്കിയാൽ നോക്കി ഒരു 8 മണിയുടെ അതേ ഫീല്. ഇതാണ് ഇന്ന് നമ്മളിവിടെ എടുത്തിരിക്കുന്ന റൂം. നമ്മുടെ ലഗേജൊക്കെ അൺപാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും വലിയ റൂമിന് ആദ്യം അവർ 1500 പറഞ്ഞെങ്കിലും പിന്നെ നമ്മളൊന്ന് ബാർഗെയിൻ ചെയ്ത് കേരളത്തിൽ ഇത്രയും ദൂരം വരികയാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഒരു 1000 രൂപയ്ക്ക് തന്നിട്ടുണ്ട്. തിരക്കില്ലാത്ത വലിയ റൂം, നല്ല വൃത്തിയുണ്ട്. ബാത്റൂം പുറത്താന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസും നല്ല വൃത്തിയുള്ള റൂമും കിട്ടി. ഇന്നലത്തേക്കായിട്ട് നല്ല റൂമല്ലേ? പക്ഷെ ഇവിടെ കൊതു ഉണ്ടെന്ന് തോന്നുന്നത്. കൊതുവിൻ്റെ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല തണുപ്പുണ്ട്. എന്നാലും നമ്മുടെ നോർമൽ അഫോർഡബിൾ ക്ലൈമറ്റാണ്, കുഴപ്പമൊന്നുമില്ല. കണ്ണു എങ്ങനെയുണ്ട്? എന്തോ സൂത്രം കാണിക്കാൻ പോകും. അപ്പൊ ചാടി കളിക്കാൻ സ്ഥലമായില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് രാവിലത്തെ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന സ്റ്റൂളാ സിമ്പിൾ. അതൊക്കെ എപ്പോൾ സാധിച്ചു? ഞാൻ കണ്ടില്ലല്ലോ ഇവിടെ. അപ്പോൾ നമുക്ക് രാത്രിയിലത്തെ കുക്കിങ്ങിനുള്ള പരിപാടികൾ നോക്കാം. നമുക്ക് ആ ഒരു സിറ്റിയിലോട്ട് പോയി നോക്കാം എന്താ ഉള്ളതെന്ന്.
സാധാരണ ഒരു ബോർഡർ ഏരിയയൊക്കെ വരുമ്പോഴത്തേക്കും ആക്സസ് ഉള്ള എല്ലാ ഏരിയയൊക്കെ വരുമ്പോഴത്തേക്കും പ്രൈസ് എല്ലാ സാധനങ്ങളുടെയും വിലയൊക്കെ കൂടുന്നത് അല്ലെങ്കിൽ എല്ലാ സാധനവും ഇല്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ അങ്ങനെയൊന്നും വന്നില്ലല്ലേ? ഇല്ല അതൊന്നും വന്നില്ല. നമുക്ക് നമുക്ക് ഏത് സാധനം വേണമെങ്കിലും ഇവിടെ കിട്ടുമായിരുന്നു. ഏത് സാധനം, അതൊരു സോപ്പോ ചീപ്പോ കണ്ണാടി എന്തോ ആയിക്കോട്ടെ, എല്ലാ സാധനവും ഇവിടെ കിട്ടും. നല്ല അഫോർഡബിൾ ആയിട്ട് തന്നെ കിട്ടും. ടൂറിസ്റ്റുകളാണെന്നും കണ്ട് എക്സ്ട്രാ ചാർജസ് ഒന്നും ഇല്ലാതെ നോർമൽ പ്രൈസ് ആയിരുന്നു എല്ലായിടത്തും. രോമൊക്കെ ഇരിക്കുന്നുണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞു കടുവ നക്കിയ മുട്ടായി ഒന്ന് വാങ്ങിച്ച് തിന്നരുത്. വേറെ കടുവ നക്കാത്ത മുട്ടായി വേണം നമ്മൾ വാങ്ങിച്ചു തിന്നാൻ. ഏതോ പന്ന മുട്ടായി വാങ്ങിച്ചു, അതിനകത്ത് മൊത്തം കടുവ നക്കിയിട്ട് പോയി അതിന്റെ രോമം ഇരുന്ന് കണ്ടോ? അതുകൊണ്ട് ഇവിടെ കടുവയുടെ രോമം ഇരിക്കുന്ന കണ്ടോ? കടുവ കട്ടിലെ വന്ന എവിടെയാടാ? കടുവയുടെ ഒക്കെ ഇത് കിടക്കുന്നുണ്ടോ? അഴുക്ക് കിടക്കുന്നുണ്ടോ കടുവയുടെ? ഇനി രാത്രി കടുവ പിടിച്ചിട്ടുണ്ടോ എന്തോ ചെയ്യും? മുട്ടായി തിന്നുമ്പോൾ നമ്മൾ കടുവ നക്കാത്ത മുട്ടായി നോക്കി വേണം വാങ്ങിക്കാൻ. അങ്ങനെ നമ്മുടെ ഭൈരവകുണ്ടയിലെ ഒരു ചെറിയ പാചക വീഡിയോ ആണ്. ഇന്ന് രാത്രി എന്താണ് ഡിന്നർ? പൂരി. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വേകുന്നുണ്ട്. പൂരിയും സ്വല്പം പാല് ഇവിടെ സെപ്പറേറ്റ് വേകുന്നുണ്ട്. കാപ്പി ഇടാന്ന് വിചാരിക്കുന്നു. അതിനുള്ള പരിപാടികളൊക്കെയാണ്. സഹായിയുണ്ട്, സഹായി യശ്വന്ത് സഹായി. അവിടെ ചൂടാണെങ്കിൽ മാറ്. അപ്പോൾ നമ്മളുടെ ഭൈരവകുണ്ട വരെയുള്ള വീഡിയോസാണ് ഇന്നുള്ളത്. നാളെ നമ്മൾ രാവിലെ ഇവിടുന്ന് ഭൂട്ടാൻ ബോർഡർ ക്രോസ് ചെയ്ത് ഭൂട്ടാനിലൊരു ക്ഷേത്രമുണ്ട്, ഭൈരവകുണ്ട ടെമ്പിൾ എന്ന് പറയും. ആ ടെമ്പിളിലേക്ക് നമ്മൾ പോകും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ദിരാങ് എന്ന് പറയുന്ന തവാങ്ങിന് തൊട്ട് മുമ്പുള്ളൊരു ഹാൾട്ടാണ്, അവിടെ എത്തും. അപ്പോൾ ഇന്ന് രാത്രിയിലേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ, ടാറ്റാ.